ഹായ് ഗായ്സ്, അങ്ങനെ എൻ്റെ എക്സാമൊക്കെ നല്ല രീതിക്ക് നടന്നു കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാർത്തോമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. കാർത്തോമ്മയുടെ ആഗ്രഹം മറ്റൊന്നുമല്ല കേട്ടോ, അമ്മക്ക് മൂക്ക് കുത്തണം. അതിനു വേണ്ടി ഞാൻ അമ്മനെയും കൊണ്ട് നോർത്ത് പറവൂരിലുള്ള ആർദ്ര ബ്യൂട്ടി പാർലറിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ചേച്ചിനെ എനിക്ക് നേരത്തെ അറിയാം കേട്ടോ. ആദ്യത്തെ വട്ടം എൻ്റെ മൂക്ക് കാരമുള്ള കൊണ്ട് എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ കുത്തി തന്നത്. അമ്മ ബ്യൂട്ടീഷ്യനാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ മൂക്ക് കുത്തി തന്നത് അമ്മ തന്നെ ആയിരുന്നു. ആദ്യത്തെ വട്ടം മൂക്കുത്തിയിട്ട് കുറേ നാൾ നടന്നായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മടി കാരണം ഞാൻ ഊരിയൊക്കെ വെച്ചു. അങ്ങനെ എൻ്റെ ഊട്ടയെല്ലാം അടഞ്ഞു പോയി. കുറേ നാളുകൾക്ക് ശേഷം ഇവിടെയാണ് കേട്ടോ ഞാൻ വന്ന് ഗണ്ണ് കൊണ്ടൊന്ന് പരീക്ഷിച്ചത്. അതിനുശേഷം മൂക്കുത്തി ഊരിയിട്ടില്ല. അപ്പോൾ കാർത്തമ്മയുടെ ഈ ഒരു ആഗ്രഹം എന്നോട് പറയാതെ പറഞ്ഞപ്പോൾ ഞാൻ അമ്മനെ കൊണ്ട് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. അത്യാവശ്യം നല്ല വിലക്കുറവാണ് കേട്ടോ ഇവിടെ മൂക്കും കാതും കുത്തുവാൻ. ഇവിടെ മൂക്കും കാതും മാത്രമല്ല, മേക്കപ്പും സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാർത്തമ്മയുടെ മൂക്ക് കുത്തി കഴിഞ്ഞിട്ടോ, പക്ഷെ ആൾക്ക് യാതൊരുവിധ ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാൻ ആളോട് ചോദിച്ചു, പെയിൻ ഉണ്ടോ അമ്മേ? ഇല്ല. ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആൾ എണീക്കുന്നത്. മൂക്കൊക്കെ കുത്തിക്കഴിഞ്ഞപ്പോൾ ആളിറങ്ങി ഒറ്റ പോക്കാണ് കേട്ടോ. പക്ഷേ മൂക്കിൻ്റെ അടി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം തന്നെ ഈ ചേച്ചി വിളിച്ചു, മൂക്കിൻ്റെ അടി ഇട്ടിട്ടില്ല, എവിടെ ഇരിക്കാൻ പറഞ്ഞു. വേഗം പോയിരുന്നു. ആളുടെ സ്വഭാവം എങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞെന്ന് ആൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആളിറങ്ങി ഓടും. അതാണ് കേട്ടോ ആളുടെ സ്വഭാവം. അത് ഞാനുങ്ങളുമായിട്ട് എപ്പോൾ പുറത്ത് പോയാലും ഇതിങ്ങനെ തന്നെയാണ്. ആൾക്ക് എന്ത് തോന്നും അങ്ങനെ ചെയ്യും, ഓടി അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര കോമഡി തന്നെയാണ് കേട്ടോ. അങ്ങനെ മൂക്കൊക്കെ കുത്തിക്കഴിഞ്ഞ് ആളെയും കൊണ്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നോർത്ത് പറവൂർ ജനറൽ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആർദ്ര ബ്യൂട്ടി പാർലറിലാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ വന്നേക്കുന്നത് KMK ജംഗ്ഷൻ്റെ അടുത്തുള്ള ഒരു ജോൾസിനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ ഇവിടെ വന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ തലക്കുരടിപ്പിക്കാനാണ് കേട്ടോ ഈ വരവിന് എൻ്റെ അമ്മച്ചിയുടെ ഉദ്ദേശം. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെയുള്ള ബ്യൂട്ടിഫുൾ വ്യൂസൊക്കെ പകർത്തുവാണ് കേട്ടോ. അവിടെയാണെങ്കിൽ കുറേ താമരയും കുറേ ഫ്ലവറും എല്ലാം ഉണ്ട്. ആൾ ഞങ്ങളുടെ ഫാമിലി പരമായിട്ടുള്ളൊരു ജോൾസിയും കൂടിയാണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലി എന്തുണ്ടെങ്കിലും പുള്ളിനെ വന്നാണ് കാണുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ കാർത്തുമ്പോൾ മൂക്കൊക്കെ കുതി സുന്ദരിയായിട്ട് ഇരിക്കുക കേട്ടോ. എൻ്റെ ചാനലൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ആൾ ഹായൊക്കെ തന്നു. ആൾക്ക് ഉമ്മ തരാൻ ഒട്ടും മനസ്സില്ലെങ്കിലും ഞാൻ നിർബന്ധിപ്പിച്ച ഒരു ഉമ്മയൊക്കെ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ജോൾസിനൊക്കെ കണ്ടു, പുള്ളിയുടെ വാലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ ഭയങ്കര സ്നേഹമായിട്ട് എന്നെ കെട്ടിയൊക്കെ പിടിച്ചു കേട്ടോ. എൻ്റെ പൊന്ന് ബ്രൂസുക്കുട്ടൻ, എൻ്റെ പൊന്നും മോളാണ് കേട്ടോ ഇവള്. ഞാൻ എൻ്റെ അമ്മ അവിടെ വന്ന് എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോക്കളുടെ ഉമ്മയും മോൻ്റെ ഉമ്മയും എല്ലാവരുടെയും ഉമ്മയൊക്കെ വാങ്ങിച്ച് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.